ഫിഷിംഗ് ഹാർബറാണ്. ഇവിടുത്തെ ഈ മൺസൂൺ കരിക്കാടി സീസണിൻ്റെ ഒരു സായാഹ്നം. പണ്ടൊക്കെ ഈ സമയത്ത് മീനുമായും കുഞ്ഞുമായും വരുന്ന ബോട്ടുകൾ രാവേറെ ചെല്ലുന്നവരെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ അവസാനം വന്ന ഇപ്പം ഈ ദിവസം അവസാനം വന്ന ഒരു ബോട്ടാണ്. അപ്പോൾ അതിലെ കരിക്കാടി, ഈ കർക്കിടകത്തിലെ കരിക്കാടി എന്ന് പറയുന്ന കരിക്കാടി ചെമ്മീൻ ഇവർ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് സുലഭമായി കിട്ടുന്നു. അപ്പോൾ അവർ ആ കരിക്കാടി ചെമ്മീനുമായിട്ട് വന്നതാണ്. ഇപ്പം നിങ്ങൾ ലേറ്റായത് എന്താ? 48 നോടിയതാണ്. എത്ര മണിക്കൂർ ഓടണം? അപ്പോൾ ഇത് ഈ കുറച്ച് എത്ര 3 മണിക്കൂർ ഓടിയോ? 3 മണിക്കൂർ ഓടിയോ? എത്ര മണിക്കൂർ? ഇതിലിപ്പം മലയാളികളൊക്കെ കുറവാണ് അല്ലേ? 3 മണിക്കൂർ ഓടി. എവിടെ പോലായിരുന്നു? എവിടെ പോലെയാണ് നിങ്ങളെ പണി? ഞങ്ങളിപ്പോൾ 48 മുതൽ 56 മുതൽ. അതൊരു സ്ഥലം എവിടുന്ന പടിഞ്ഞാറ്? നമ്മളിപ്പോൾ നീണ്ടര പോർട്ടുണ്ട് പടിഞ്ഞാറ് മുതൽ. ഇപ്പോൾ വീടിഞ്ഞില്ല, പിന്നെ തെക്ക് പടിഞ്ഞാറാണ്. അഞ്ചെങ്ങ് വരെ. അതായത് നമ്മുടെ ഫിഷ് ബാഗ് ഉൾപ്പെടുന്ന പ്രദേശം 5 തെങ്ങ് തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ 5 പുള്ളി കരിക്കാടിയാണ് ഈ ബോട്ട് നിറയെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്കിതിപ്പോൾ സാധാരണ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല, ഒരു മഴയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ സമാസമം അതിൻ്റെ അടുത്തടുത്ത് നിന്ന ഗ്രൗണ്ടുകളിൽ നിന്ന് കിട്ടിയതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ട്രോളിംഗ് നിരോധന സമയത്ത്, ഈ നിരോധന കാലയളവിലാണ് ഈ ചെമ്മീൻ വരുന്നത്. അതായത് കടലിൽ വർഷകാലത്താണ് ഇവൻ്റെ വരവ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് മത്സ്യത്തൊഴിലാളികൾ. അവർ വേർതിരിച്ചെടുക്കുകയാണ്. പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നതിൽ 99% അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർക്ക് ആർക്കും അങ്ങനെ മലയാളം അറിയത്തേ ഇല്ല. അവര് അല്ലല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 6-7 പേര്, എത്ര പേരുണ്ട് നിങ്ങൾ മൊത്തം? 11 പേര് പണിക്ക് പോകുന്ന ബോട്ടിൽ ഈ 2 പേരോ 3 പേരോ ആണ് നമ്മുടെ ഈ നാട്ടിൽ നിന്നുള്ളത്. മറ്റേ മൊത്തം പുറത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ മേഖലയിൽ പണിയെടുക്കാൻ. ഇപ്പോൾ ആളുകളില്ല, എല്ലാം വരുന്നത് ബംഗാളികളും. ഏത് സ്ഥലമാണ്? ബംഗാൾ. എവിടെ? കൊൽക്കത്ത ആത്മി. ഉണ്ട്. ഇതിപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കണ്ടില്ലേ? ഇതിനകത്ത് ഒരുപാട് അത് വേർതിരിച്ചെടുക്കുകയാണ്. വേർതിരിച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നാളെ കച്ചവടം ഉള്ളൂ. പണ്ടൊക്കെയാണെങ്കിൽ രാത്രി 9 മണി വരെ കച്ചവടം ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും ചെറിയ അല്ലേ ഈ കരിക്കാടി എന്ന് പറഞ്ഞാൽ ആ കഴുത്തിന് അവർ പ്രത്യേകം വേർതിരിച്ച് ഇടുന്നുണ്ട്. അത് വലിപ്പമുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരു ദേശാടന ചെയ്യുന്ന ഒരു മത്സ്യ ഇനമാണ് ഈ ചെമ്മീൻ. അപ്പോൾ ഇത് ഈ കാലത്ത് വടക്കൻ കടലിൽ നിന്ന് തെക്കോട്ടുള്ള ഒരു യാത്രയിൽ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ കടലിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് പിടിച്ചെടുത്താൽ വലിയൊരു വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ പക്ഷേ ഇത് പിടിച്ചെടുക്കാൻ ട്രോളിംഗ് നിരോധന കാലത്ത് ഈ യന്ത്രവൽകൃത ട്രോളിംഗ് ബോട്ടുകളൊക്കെ നിരോധിച്ചതുകൊണ്ട് ഇത് ഒഴുകി തെക്കോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇതിനെ ശാസ്ത്രീയമായി പറയുന്നത് ഇതിൻ്റെ ഒരു ജീവിത കാലഘട്ടം ഈ ഒഴുക്കിൽപ്പെട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണത്തില്ല. ഇത് പടം പൊഴിക്കുന്നത് പോലെ ഇതില്ലാതാവുന്നതാണ്. ഇതാണ് അതിനകത്ത് കിട്ടുന്ന വലിയ കടന്ത്. എങ്ങനെ എവിടെ പോലെ ആയിരുന്നു പണി? നിങ്ങളെ സ്വഭാവം പണി എവിടെ ആയിരുന്നു പറഞ്ഞേ? നമ്മുടെ ഈ ലൈറ്റില്ലേ, ലൈറ്റ് പോലെ തന്നെ 20 മാറി 21 മാറി കൂടെ. എപ്പോഴാണ് നിങ്ങൾ പണിക്ക് പോയത്? ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്ന് രാത്രി ഈ രാത്രി പോയത് കഴിഞ്ഞപ്പം പോയി. അത് തന്നെ നിങ്ങൾ അത് തന്നെ എത്ര വല ഇട്ട്? ഞങ്ങൾ ഇന്നും 4 വരെ വലിച്ച്. ഇന്നലെ രാത്രി ഒരു ഒറ്റ വരെ കാറ്റ് കാരണം കൊല്ലത്തോടി കയറി. എന്നിട്ട് വെറുതെ അവിടെ ആങ്കറിട്ട് കിടന്നു. എന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ആങ്കർ വലിച്ച് കൊലപ്പം 4 വല വലിച്ച്. 4 വല ഈ കോടി പോലെ കൊല്ലം കോടി എത്ര മാറില്ല? 21 മാറി. 20-21 നോട്ടിക്കൽ മൈല് ഉള്ളിലാണ് ഇവർ വല വലിച്ചത് അല്ലേ? അപ്പോൾ എല്ലാ വലയ്ക്കും നിറച്ച് ചേർക്കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്റ്റോർ ഫുള്ളാണോ? ആ, സ്റ്റോർ ഫുള്ളാണ്. അപ്പോൾ ഉദ്ദേശം ഇപ്പോൾ ഈ കരിക്കാടിക്ക് വിലയുടെ തോതറിയില്ല, കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കുറച്ച് കിട്ടുന്നുണ്ട്. ഇവർ 4 വല ഈ കഴിഞ്ഞ പകല് വലിച്ചു. അപ്പോൾ അവർ ഈ സൈഡിലെല്ലാം ഉണ്ട്, എല്ലാ
ഇതെല്ലാം കണ്ടില്ലേ അവര് എത്ര ജോലിക്കാരാ മൊത്തമുള്ള 11. അപ്പൊ അവരെല്ലാം ഇത് തിരിഞ്ഞു പറക്കുകയാണ്. ഇതിന്റെ കൂടെ മീൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതാണ് അതിനകത്ത് കൂടുതലുള്ള ഈ പലതരം കണവ, കടൽ അങ്ങനത്തെ ഇതിനെല്ലാം വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ഈ കടൽ ചൊറി എല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ ഇവര് വേണ്ട വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. വേണ്ട ഇങ്ങനെയുള്ള സാധനം ചൊറി. അപ്പോൾ അതുപോലത്തെ ഇതെന്തുവാ ഇതിനെന്ത് പറയുന്നത്? ഇവര് റംബൂട്ടാനെന്ന് പറയും. പക്ഷേ ഇതിന്റെ സയന്റിഫിക് നിയമം അറിയത്തില്ല. അപ്പൊ ഇതിനകത്തുള്ളതിൽ കഴന്തൻ എന്ന് പറയുന്നത് കയ്യിലെടുത്ത് വരിയെടുത്ത് ഇത് കഴന്തൻ. ഇത് വളരെ രുചികരമായ ചെമ്മീനാണ്. ഇതിന്റെ കൂടെ കിട്ടുന്നതാണ്. ഇതിനെ ഇവിടെ ചേറ്റ് കഴന്തനെന്നും കല്ലൻ കഴന്തനെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള കഴന്തനാണ്. അപ്പോൾ ഇതിന്റെ കൂടെ കരിക്കാടിന്റെ കൂടെ കിട്ടുന്ന ഒരു ആണ്. ഇതിന്റെ കൂടെ നാരനും കിട്ടും. പിന്നെ മീൻ ഇനങ്ങൾ കണവ വളരെ വളരെ കുറവാണ്. അത് ആ കണവ, ചെറിയ കണവ കാര്യങ്ങളൊക്കെ. ഇതെന്ന് വെച്ചാൽ വലിയ ചെമ്മീൻ പാടം അതിന്റെ പുറത്തുകൂടാണ് ഇവർ വല വലിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടുകളിൽ നിറച്ച് കിട്ടും. ഇതൊരു മുൻപൊക്കെയാണ് ഇതൊരു ഉത്സവം പോലെ ആയിരുന്നു ഇവിടെ കൊണ്ടാടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ കണ്ടില്ലേ, ആ ബോട്ട് നിറയെ മീനാണ്, ചെമ്മീൻ നിറയെ പിടിച്ചിരിക്കുകയാണ് അവർ. ഒരു സെക്കൻഡ്, ഇത് സൈസ് ചെറുതുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വളരും. അപ്പോൾ ഇത് വലിപ്പമുള്ളതായി മാറും. വേണ്ടതാ അവര് നിറയെ ബോട്ടിൽ. ഇപ്പോൾ ഈ ഇത്രയും വലിയ ബോട്ടിൽ ഒരു പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോറി ടൺ 10 ടണ്ണൊക്കെ ഉള്ള ലോറി നിറച്ച് കയറുന്നതാണ്. ഇപ്പോൾ ഇവരുടെ സ്റ്റോറിലും ഒക്കെ ഉണ്ട്. എത്ര വല വലിച്ചു നിങ്ങൾ? 5 വല വലിച്ചു എന്നാണ് അവർ പറയുന്നത്. അവർ മഴയും കാറ്റും കടലിനെയൊക്കെ അതിജീവിച്ചു പോയാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത്. കാരണം ഇപ്പോഴത്തെ കടൽക്ഷോഭവും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇപ്പോഴത്തെ കടൽക്ഷോഭം അതിനെയൊക്കെ അതിജീവിച്ച് ഇവർ തെക്ക് പടിഞ്ഞാറാണ് ഇവർ വല വലിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തീരക്കടലിലും നമ്മുടെ തൊട്ട് പടിഞ്ഞാറുള്ള കടലിലെല്ലാം നിറയെ ചെമ്മീൻ അത് വടക്കൻ കടലിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. ഓണത്തിനോടനുബന്ധിച്ച് ആ സമയം വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കണവ സീസണാണ്. അങ്ങനെ എത്ര നാളിത് കിട്ടും? കിട്ടും. ഇപ്പൊ ഈ നിരോധനം കഴിഞ്ഞിട്ടേ ഇത് കിട്ടി തുടങ്ങിയായിരുന്നു. ആദ്യത്തെ പോയില്ലല്ലോ, 2 ദിവസം പണി മോശമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് കിട്ടാൻ തുടങ്ങിയത്. ആദ്യത്തെ ഒരു 2-3 ദിവസം ഇവർക്ക് പണി തീരെ മോശമായിരുന്നു. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോൾ ആ കടലിൻ്റെ ഇത് കഴിഞ്ഞ് അവരിപ്പോൾ പണിക്ക് പോയി തുടങ്ങിയാണ്. അപ്പോൾ അവരിന്ന് വന്നെടുത്തു. ഇനിയിപ്പോൾ നാളെ രാവിലെ ചരക്ക് വിറ്റിട്ട് വീണ്ടും ഇതിങ്ങനെ ഒരു റൊട്ടേഷനിൽ പോയാൽ മാത്രമേ ഈ സമയത്ത് ഈ ചരക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇവരുടെ സ്റ്റോറിലും ഒക്കെ നിറച്ച് ഉണ്ട്. അപ്പം നോക്കട്ടെ ഇവരുടെ സ്റ്റോറിലും ആണിത്. ഈ ബോട്ടിൽ ഇപ്പോൾ അവർ ഇതെല്ലാം സ്റ്റോറിൽ ഓൾറെഡി ഐസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റോറിനകത്ത് ഇത് സ്റ്റോറാണ്. വലിയ ബോട്ടായതുകൊണ്ട് ഈ സ്റ്റോറിനകത്ത് ഇവർ കണവ വേർതിരിച്ച് അതുപോലെ തന്നെ മറ്റു ഉപോൽപ്പന്നങ്ങളുണ്ടല്ലോ, കണവായും എങ്ങനെയുണ്ട്? ഇല്ലല്ല, ഇതെന്തോ കൊഞ്ച് തന്നെ? എല്ലാം കൊഞ്ച് തന്നെ. ഇത് സ്ഥലം എവിടെ? കൊൽക്കത്ത. ഇത് ഞങ്ങള് കൊല്ലം ജില്ല ആലപ്പാട്. ആലപ്പാടുള്ള നല്ല ധീരന്മാരായ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവര് ഏത് കടലിൽ പോകുന്ന ഷൺമുഖൻ, പിന്നെ അതുപോലെ വളരെ പേരെടുത്ത വലിയ ഒരുപാട് സ്രാങ്കന്മാര്, ഷാജിയൊക്കെ അല്ലേ, ഒരുപാട് പേരെടുത്ത സ്രാങ്കന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൽ ഇദ്ദേഹം നമുക്ക് ആലപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അറിയാമല്ലോ, വള്ളിക്കാവും എല്ലാം ഉള്ള സുനാമി ആഞ്ഞു വീശിയ സ്ഥലത്തുള്ളതാണ്. എന്താണ് പേര്? ഇത് എവിടെ പോലെ നിങ്ങളെ ഫിഷ് ചെയ്ത്? ഇത് തിരുവനന്തപുരം പോലെ. എത്ര മാറില്ല, എത്ര നോട്ടിക്കൽ മൈല്? എന്നാലും നിങ്ങൾ 5 തെങ്ങ് പോലെയാണോ? 5 തെങ്ങ് എന്ന് പറഞ്ഞാൽ ഈ വലിയ ഒഴുക്കിൽ വരുന്ന ഈ കരിക്കാടിയെല്ലാം വന്ന് തങ്ങുന്ന ഒരു ഫിഷ് ബാങ്ക് ഉണ്ട്. അത് നല്ല സൂത്രശാലികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സ്ഥലം കറക്റ്റായിട്ട് ഈ ഗ്രൗണ്ട് അറിയാം. അവർ പോയി എത്ര വല വലിച്ചു? ഞങ്ങൾ 4-5 വല വലിച്ചു. ഇതുവരെ ഒന്നും കിട്ടാൻ കിടന്ന ഇന്ന ഇച്ചിരി ചെറിയ പൊടി കൊഞ്ച് കിട്ടിയത്. പൊടി കൊഞ്ചായത്. ഇതെന്താ വലുത് കിട്ടാത്തത്? വലുത് കിട്ടിയത് നല്ല കാശ് കിട്ടത്തില്ല. ഇതൊരു വിലയും കിട്ടാത്ത കൊഞ്ചായത്. വലുത് പോയി, ഒഴുകി പോയി.
ട്രോളിംഗ് നിരോധന സമയത്തായിരിക്കും ഇതൊക്കെ പോകുന്നല്ലേ? ട്രോളിംഗ് നിരോധനം കൊണ്ട് ഗുണമല്ല കൂട്ടങ്ങളൊന്നുമില്ല, പക്ഷെ അന്ന് ഒഴുകിപ്പോയതല്ല, ജനിച്ച് വളർന്നു വരണ്ടേ. അതിന് കടല് ഒന്നും കൂടെ ഇളകി മറിയണം അല്ലേ? ഇതവണ വർഷം വന്നില്ല. അതെ അതെ അതെ. എത്ര വർഷമായിട്ട് കടലിൽ പോകുന്നു? 30 വർഷം കൊണ്ട് ഈ മേഖല പണിയെടുക്കുന്നത്. അവിടെ നല്ല ഒരുപാട് ശ്രാങ്കന്മാരുള്ള ഒരു സ്ഥലമാണല്ലോ. ഇഷ്ടംപോലെ ശ്രാങ്കന്മാരുണ്ട്. നിങ്ങൾ എന്തായിട്ട് ഡെക്കാൻ്റാണോ? ഞാനിപ്പോൾ ഡെക്കാൻ്റായിട്ടാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഡ്രൈവറായിരുന്നു. ഒരു 10-30 വർഷം ഡ്രൈവറായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങളുടെ കൂടെ അവിടെ ഉള്ളവരാണോ മറ്റ് ഇതുപോലെ അന്യസംസ്ഥാന? കൽക്കട്ട ദാസൻ നിങ്ങൾ പേര് കൊടുത്തിരിക്കും. കൽക്കട്ട ദാസൻ അല്ല, ഒറിജിനൽ നെയിമാണ്. ഞാനിതിൻ്റെ പുറവശത്തുള്ളവരോട് ഒന്ന്, ഇത് വലിയ ബോട്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ വൈകി വന്നെടുത്ത് ഇതുവരെ അവർക്കൊന്നും കിട്ടാതിരുന്ന അവസാനമാണ് ഇവർക്ക് ഈ ഒരു ക്യാച്ചിങ് വന്നത്. ഇത് നമ്മുടെ ആലപ്പാടുള്ള ആരെങ്കിലും ഉണ്ടോ? ആലപ്പാടുള്ള നല്ല കടലറിവുള്ള മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് എങ്ങനെ പോയാലും അവർ മീൻ പണിക്കും കൊഞ്ചു പണിക്കും ഒക്കെ വിദഗ്ധരാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ഈ ചെറിയ കൊഞ്ചാകാൻ കാര്യം? ഇപ്പൊ നമ്മൾ വലയിട്ട് വരുന്നതല്ല, നമ്മൾ വരുന്നെന്നും പറഞ്ഞ് വലയിടുന്നതല്ലോ. അല്ല, നമ്മൾ ഓരോ പിന്നെ പ്രൊസീജിയർ അനുസരിച്ച് ഗവൺമെന്റ് ചെന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് അപ്പം പടന്ന് ഇറക്കും. സ്രാക്കാണോ? ഡ്രൈവറാണ്, സ്രാഗാകത്തിരിപ്പുണ്ട്. സ്രാഗെടുത്ത് വെച്ചാൽ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പുറത്തോട്ട് വരുന്നില്ല. സ്രാഗകത്ത് തന്നെ ഒന്ന് വിളിക്കാം, ഒന്ന് വിളിക്കാം. സ്രാഗ് ഒന്ന് വരാം. ഈ ബോട്ടിന്റെ സ്രാഗുണ്ട്. സ്രാഗാണ് ഇതിന്റെ ക്യാപ്റ്റൻ. സ്രാഗാണ് ഇതിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഗ്രൗണ്ടും അതുപോലെ തെക്കോട്ടാണോ വടക്കോട്ടാണോ എവിടെയാണ് മത്സ്യം പിടിക്കേണ്ടതെന്നൊക്കെ നിശ്ചയിക്കുന്നത് അദ്ദേഹമാണ്. കണ്ടില്ലേ, ഒരു വലിയ തെങ്ങിന്റെ കുറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. കണ്ട, ഇപ്പൊ കടലിലെ ഇതുപോലെ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും എല്ലാം ധാരാളം ഉണ്ട്. നമ്മൾ സ്രാഗിനെ കൂടെ ഒന്ന് കണ്ടിട്ട് ഇത് അവസാനിപ്പിക്കും. സ്രാഗ ഒരു മിനിറ്റ്. സ്രാഗ അകത്ത് എന്തിരിക്കുക? ലൈറ്റ് ഉണ്ടോ? ആ, പേരെന്താ? ഈ ബോട്ടിന്റെ പേരെന്താ? സാഗർ റാണി എന്ന് പറഞ്ഞ ബോട്ടിന്റെ സ്രാങ്കാണ്. ഇദ്ദേഹമാണ് ഇതിന്റെ ക്യാപ്റ്റൻ. ഇദ്ദേഹമാണ് ഗ്രൗണ്ടിലൊക്കെ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് തുടക്കം എങ്ങനെയായിരുന്നു? രാവിലെ കയറി പോയതാണ്. അപ്പൊ ഒരു കടലൊക്കെ ഉണ്ടായി, ചെറിയ കടലുണ്ടായിരുന്നു. വെളുപ്പിനെ കയറി പോയപ്പോഴേ അതൊക്കെ മാറി. അപ്പൊ കയറി ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടുകൾ നിൽക്കുന്നുണ്ടോ, വലിയ തിരിവിറങ്ങിയായിരുന്നു. ഇങ്ങനെ ഇച്ചിരി കരിക്കടി പഠനമായിട്ട് എന്തെങ്കിലും ഇറങ്ങിയായിരുന്നു. അപ്പൊ അങ്ങനെ കയറി ചെന്ന് ആദ്യം കുറച്ചൊക്കെ ഉള്ളായിരുന്നു. 10, 30, 20, ആദ്യം ഒരു 15, 20 ഒക്കെ പെട്ട്. ഇപ്പൊ ഞങ്ങൾ ഓടുന്ന വലയ്ക്കാണ് ഞങ്ങൾക്ക് ഇച്ചിരി കരിക്കടി കൂടുതലായിട്ട് പറ്റും. ഒരു 60 എണ്ണം കാണുമെന്ന് തോന്നുന്നു. 60 കൊട്ട കൊട്ടയ്ക്ക് ഒരു 60 കൊട്ട കാണും. 2 പുള്ളിയായിട്ട് എടുക്കും. 2 പുള്ളി എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോ കൊച്ചുകൊട്ടുകാരാണെങ്കിൽ ഒരു 5 പുള്ളി എടുക്കണം. ഞങ്ങള് എല്ലാം പുല്ലിന് പോകുന്ന ബോട്ടായതുകൊണ്ട് കോടന്റെ ഒക്കെ അതുപോലെ ഇച്ചിരി വലുപ്പത്തിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. മറ്റേ ആകുമ്പോൾ ആൾക്കൊരു 15 തൊട്ടേ കൂടുതൽ കയറുന്നത്. നമുക്കാകുമ്പോൾ ഒരു പുള്ളി എന്ന് പറയുമ്പോൾ ഒരു 30 എണ്ണമെങ്കിലും കയറും. എവിടെ സ്ഥലം സ്രാങ്കിന്റെ? കരുനാഗപ്പള്ളി, ആലപ്പാട്. ആലപ്പാടുള്ള വളരെ മിടുക്കന്മാരായ സ്രാങ്കന്മാര് ഈ ശക്തികുളങ്ങര, നീണ്ടകര, അഴിമുഖത്ത് പേരെടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ഓർമ്മ വരുന്ന ജോസ്പെന്റിലൊക്കെ പോയ ഒരു സ്രാങ്ക് ഉണ്ടല്ലോ, സ്പീഡ് സ്രാങ്ക് എന്ന് പറയും. പണ്ട് ബാഹുലേന് സ്പീഡ് എന്ന് പറയും. പിന്നെ ഒരു ജയരാൻ സ്രാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. ബാഹുലേൻ സ്രാങ്ക് ഉണ്ട്. അങ്ങനെ പിന്നെ രാജു സ്രാങ്ക് ഉണ്ട്.